ഉപ്പില്ലാത്ത കറിയില്ല, ചുക്ക് ചേരാത്ത കഷായമില്ല. കാലങ്ങളായി പറഞ്ഞു പതിഞ്ഞ ഒരു ചൊല്ല് അതിതാണ്. കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറെ നാളായി ഇതിന് സമാനമായ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷേ ഉപ്പാണോ ചുക്കാണോ എന്നത് നാം തന്നെ വിലയിരുത്തേണ്ടി വരും. അസാധാരണമായ മെയ്വഴക്കമുള്ള ഒരു വ്യക്തി ആണെന്നതാണ് പ്രധാന ക്ലൂ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ മുഖ്യ സൗഹൃദങ്ങൾ എല്ലാം രാഷ്ട്രീയത്തിലാണ്. പുറമെ അറിയപ്പെടുന്ന എന്തെങ്കിലും വ്യവസായങ്ങളുണ്ടോ? ഇല്ല. പക്ഷേ നല്ല കച്ചവടക്കാരനാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഏതു മണ്ണിലും കൃഷി ഇറക്കാനും അതിനനുസരിച്ച് ലാഭമുണ്ടാക്കാനും നല്ലവണ്ണം അറിയാം. കല, സാഹിത്യം, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തനമുണ്ടോ? ഇല്ല. പക്ഷെ നല്ല ഉത്സവ നടത്തിപ്പുകാരനാണ്. ജനനം ഏഷ്യയിലാണോ? അത്ര വരെ പോകേണ്ട. കൊച്ചു കേരളത്തിൽ നമ്മുടെ വള്ളം കളിയുടെ നാട്ടിൽ നിന്നാണ് വരവ്. GS പ്രദീപിന്റെ അശ്വമേധത്തിലേതുപോലുള്ള ഈ ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ പറഞ്ഞും അങ്ങനെ അങ്ങ് പോകേണ്ട വ്യക്തിയൊന്നുമല്ല ഇത്. സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആള് കുമ്പിടിയാണ്. ഒരേ സമയം കൊച്ചിയിലും അങ്ങ് ഡൽഹിയിലും തിരുവനന്തപുരത്തും മഹാരാഷ്ട്രയിലും എല്ലാം നമുക്ക് കാണാം. ഇനിയും ആളെ പിടികിട്ടിയില്ല എങ്കിൽ നന്ദകുമാരാ ഹരേ ഹര എന്ന ഭക്തിഗാനം പാടി സുല്ലിടുക. പുന്നപ്ര വയലാറിന്റെ വീരപുത്രൻ മുതൽ കമ്മ്യൂണിസ്റ്റ് ചിറ്റപ്പൻ വരെയുള്ളവരുമായി നല്ല ബന്ധം. കേരളത്തിന്റെ ഝാൻസി റാണിയുടെ ശോഭയും വടക്കേ ഇന്ത്യയിലെ ആധ്യാത്മിക വൈദ്യന്മാരുടെ തേജസ്സും എല്ലാം ഇദ്ദേഹത്തിന് പരിചിതമാണ്. ദേവലോകത്ത് ചെന്ന് കയറിയാൽ പോലും സാമാന്യം തരക്കേടില്ലാത്ത നല്ല ലക്ഷണമൊത്ത കുത്തിത്തിരിപ്പുണ്ടാക്കാനൊക്കെ അസാധാരണ വൈഭവമാണ് ഇദ്ദേഹത്തിന്. രാഷ്ട്രീയത്തിൽ ചില പ്രതിസന്ധികൾ ഉടലെടുക്കുമ്പോഴോ അസ്വാരസ്യം അനിവാര്യമാകുമ്പോഴോ ശത്രു സംഹാര ആവശ്യങ്ങൾക്കോ ഏത് നട്ടപ്പാതിരയ്ക്കും ആശ്രയിക്കാവുന്ന നല്ല ഒന്നാന്തരം പിടിവള്ളിയാണ് ഇദ്ദേഹം. തൽക്കാലം അദ്ദേഹത്തെ നമുക്ക് അഭിനവ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കാം. ലൈഫ് ബോയ് സോപ്പിന്റെ പഴയ പരസ്യം പോലെയാണ് ആ ചായയും. എവിടെ അജായ് എത്തുന്നോ അവിടെ കുത്തിത്തിരിപ്പുണ്ട്. ഈ സ്വഭാവ സിദ്ധിയുള്ളതിനാൽ രാഷ്ട്രീയത്തിലെ കുതികാൽ വെട്ടും വിദഗ്ധന്മാർക്ക് ഇദ്ദേഹം പ്രിയപ്പെട്ടവനുമാണ്. പുന്നപ്ര വയലാറിന്റെ വീരനായകൻ കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജായുടെ വറുത്തുപോക്കുണ്ടായി. ഫലമോ കേരളത്തിന്റെ സുപ്രധാനമായ പല വിവരങ്ങളും റിലയൻസ് മുതലാളിയുടെ കക്ഷത്തിലുമായി. പക്ഷേ അക്കാര്യത്തിൽ ഇരട്ടച്ചങ്ക് വീരൻ വേറിട്ട നിലപാടെടുത്തു. അജായെ കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം അങ്ങ് ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. കോർപ്പറേറ്റുകളുടെ ഇടപാടുകൾക്ക് വേണ്ടി ഇടനിലക്കാരനാകുക, ന്യായാധിപന്മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, രാഷ്ട്രീയക്കാർക്ക് രഹസ്യ ഇടപാടുകൾക്ക് വേണ്ട ഒത്താശ ചെയ്യുക തുടങ്ങിയ അല്ലറ ചില്ലറ പണികൾ എടുത്ത് ജീവിക്കുകയാണ് അജയ് ഇപ്പോൾ. കമ്മ്യൂണിസ്റ്റ് ചിറ്റപ്പനുമായി അജ നടത്തിയ ചില്ലറ ഇടപാടുകളാണ് ഇപ്പോൾ വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. സാമാന്യം വലിയ തടിയും ശീലത്തുമ്പ് തിരിച്ചു പിടിച്ച പോലെയുള്ള മീശയും വായ തുറന്നാൽ അനർഗളം ബഹിർഗമിക്കുന്ന വങ്കത്തരങ്ങളും ഒക്കെയുള്ള ചിറ്റപ്പന് ഒരു സുപ്രഭാതത്തിൽ വല്ലാത്തൊരു പൂതി, തന്റെ നിലപാട് ഒന്ന് മാറ്റണമെന്ന്. ഇപ്പോൾ നിൽക്കുന്നിടത്ത് വേണ്ടത്ര ഒരു പരിഗണനയൊന്നും കിട്ടുന്നില്ലത്രേ. താൻ മാവിൽ കയറി തുടങ്ങുമ്പോൾ മാങ്ങാപ്പിഞ്ചു പോലും കണ്ടിട്ടില്ലാത്ത പിള്ളേർ സെറ്റിന്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. ചിറ്റപ്പന് സഹിക്കുമോ ഇതൊക്കെ? അങ്ങനെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നിലപാട് തറയുള്ള പാർട്ടിയുടെ അകത്തളങ്ങളിലേക്ക് അങ്ങ് വലതുകാൽ വെക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. ചിറ്റപ്പൻ മനസ്സിൽ കണ്ടത് അജ അങ്ങ് മാനത്ത് കണ്ടു എന്ന് പറയാം. ഉടൻ പറന്നെത്തി സന്ധി സംഭാഷണങ്ങളും തുടങ്ങി. കേരള ഝാൻസിയുടെ തിരുസ്വരൂപത്തെ സാക്ഷി നിർത്തിയായിരുന്നു ആ ചർച്ച. ഒരിക്കൽ ചിറ്റപ്പൻ തന്റെ മകന്റെ വീട്ടിൽ പേരക്കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ സേമിയ പായസം രുചിച്ച് കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് പടിഞ്ഞാറൻ കാറ്റിന്റെ തണുപ്പിൽ വിശ്രമിക്കുമ്പോഴാണ് അജായും കോട്ടും സ്യൂട്ടും കഴുത്തലേ ചുറ്റിക്കെട്ടുമുള്ള ഒരാൾ എത്തുന്നത്. അവർ എന്തിനു വന്നെന്നോ ആരെന്നോ ഒന്നും നോക്കിയില്ല. മകനോട് ചിറ്റപ്പൻ പറഞ്ഞു അതിഥികൾക്ക് പായസം കൊടുക്കാൻ. വിവരങ്ങളൊക്കെ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. പാവം പായസം തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരുന്ന അജായോടുകൂടെ വന്ന ആ സൂട്ടിട്ട കൂട്ടുകാരനോടും ബൈ ബൈ പറഞ്ഞ ചിറ്റപ്പൻ അങ്ങ് സ്ഥലം വിട്ടു. ഇതൊരു ഫ്ലാഷ് ബാക്ക് മാത്രമാണ്. ഈ സംഭവമാണ് ഇപ്പോൾ ചിറ്റപ്പനെതിരെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നത്. കേരള ഝാൻസിയാണ് മഹാസംഭവമായി പൊതുമധ്യത്തിൽ ഇക്കാര്യം വിളമ്പിയത്.
കോടിരുന്ന് കൂകിയിട്ട് ഒച്ച തന്റേതല്ലെന്ന ന്യായം പറയുന്നവരുടെ കാലമാണല്ലോ. ഇതുവരെ ഒപ്പം നിന്ന അജായും കേരള ഝാൻസിക്കൊപ്പം കൂടി. എല്ലാവരും കൂടി ചിറ്റപ്പനെ വലിച്ചു കീറി ഒട്ടിക്കുമെന്ന് പലരും സ്വപ്നം കണ്ടു. ചിറ്റപ്പൻ കിടന്ന ആട്ടുകട്ടിലിൽ എന്ത് സുഖമാണീ രാവ് എന്ന പാട്ടുമൂളി സ്വൈരമായി ഉറങ്ങുന്നത് ചില തൽപര കക്ഷികൾ ഭാവനയിൽ കണ്ടു. കറുത്തവാവ് നോക്കി ഇല്ലാത്ത പത്തി ഉണ്ടെന്ന് കാട്ടാൻ വെറുതെ ആടി തിമിർക്കുന്ന നീർക്കോലികൾ സജീവമായി രംഗത്ത് വന്നു. പക്ഷേ ഇതെല്ലാം വെറും ഭാവനകൾ മാത്രമായി. ചിറ്റപ്പനെ തട്ടിക്കൂട്ടിയെടുത്ത ഒരു അഗ്നികുണ്ഡത്തിൽ ശുദ്ധി വരുത്തിയെടുക്കാൻ ഇരട്ടച്ചങ്ക് ബ്രോയും താന്ത്രിക ശിഷ്യന്മാരും അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ കളങ്കരഹിതമായി ചിറ്റപ്പൻ വീണ്ടും ഇൻഡിഗോ ചിറകുകളില്ലാതെ പറന്നിറങ്ങി. മനുഷ്യനല്ലേ, ചില പിഴവുകൾ വരില്ലേ, തിരുത്തി പോവുകയല്ലേ ബുദ്ധി എന്നെല്ലാം ചിറ്റപ്പൻ ചിന്തിച്ചു. കാര്യം ശരിയുമാണ്. അതോടെ എല്ലാം കോംപ്ലിമെന്റ് ആയി. ഇവിടെയാണ് ഒരു സംശയം. കമ്മ്യൂണിസ്റ്റ് ചിറ്റപ്പന് ബന്ധങ്ങൾ എവിടെയെല്ലാമാണ്? സ്വന്തക്കാർ ആരൊക്കെയാണ്? മേലിലും അജാമാരുടെ പോക്കുവരവ് ഉണ്ടാകുമോ? അന്നും ഇത്തരത്തിൽ രക്ഷിക്കാൻ ആളുണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.